നിന്റെ മനസ്സിൽ എന്നോട് ശരിക്കും ഇഷ്ടമില്ലേ? നീ ഇത് വീണ്ടും തുടങ്ങിയോ? തുടങ്ങിയത് ഞാനല്ല, എന്നെ പ്രേമിച്ചു തുടങ്ങിയത് നിന്റെ ഹാർട്ട് തന്നെയാ. തൃശൂൽ, ഒച്ച വെച്ചും വഴക്കിട്ടും നിന്റെ ഹൃദയത്തിന്റെ വാക്ക് കേട്ടില്ലാന്നടിക്കണ്ട. നിനക്ക് ശരിക്കും എന്നോട് പ്രണയമില്ലായിരുന്നെങ്കിൽ പിന്നെന്തിനാ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചേ? പറഞ്ഞല്ലോ ഞാൻ, എന്റെ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചത്. പറഞ്ഞത് ശരിയാ. നിനക്ക് സങ്കടമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ അതെല്ലാം വന്ന് പങ്കുവെക്കുന്നത് ഈ എന്നോട് തന്നെയല്ലേ? അപ്പൊ പിന്നെ നിനക്ക് പ്രണയമുള്ളതും ഈ എന്നോട് തന്നെ. നോക്ക്, നീ തെറ്റിദ്ധരിച്ചിരിക്കുക. എനിക്ക് നിന്നോട് അങ്ങനെയുള്ള ഒരു വികാരവും തോന്നിയിട്ടില്ല. നിന്റെ മനസ്സിൽ നീ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത് ത്രിവിക്രമനെയല്ല, എന്നെ. കാരണം എന്താണെന്നറിയൂ? നിന്റെ മനസ്സിൽ ഇടം പിടിച്ചത് ഈ ഞാനാ. ശിവാനി, നിന്റെ കല്യാണം ചിലപ്പോൾ ഫിക്സ് ആയി കാണും. കല്യാണത്തിന് എന്റെ 15 ദിവസം മാത്രമേ ഉണ്ടാവൂ. എങ്കിലും നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് ഞാനാ. തൃശൂൽ, ഇങ്ങനത്തെ തോന്നലുകളൊക്കെ വിട്ടേക്ക്. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ത്രിവിക്രമനെ. എന്നെ അവനെയും തമ്മിൽ അകറ്റാൻ ആർക്കും തന്നെ സാധിക്കില്ല. എന്റെ വഴിയിലെ തടസ്സം ഉണ്ടാക്കാൻ നിന്ന പിന്നെ ഞാൻ എന്താ ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ല. ഇവിടെ വെച്ച് നിർത്തിക്കോ. ഇനി നിന്റെ വായിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ വന്നാൽ അത് നല്ലതിനായിരിക്കില്ല. സുഹൃത്തെന്ന സ്ഥാനം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്, അത് നീയായിട്ടില്ലാതാക്കരുത്. ഇപ്പോഴെനിക്ക് സമാധാനമായി. തൃശൂൽ ശിവാനിയുടെ പുറകെ തന്നെ. എന്നാ ശിവാനി അവൾ എന്റെ കൂടെ, അത് മാത്രം മതി എനിക്ക്. തൃശൂൽ, ശിവാനി പറഞ്ഞ ഓരോ വാക്കുകളും നിന്നെ വല്ലാതെ തളർത്തിക്കളഞ്ഞില്ലേ? ഇനി മുതൽ അങ്ങോട്ട് നീ അത് തന്നെയായിരിക്കും അനുഭവിക്കാൻ പോവുക. ശിവാനി നിന്നോട് എന്താ പറഞ്ഞേ? ഞങ്ങൾ തമ്മിൽ അകറ്റാൻ ആര് തന്നെ ശ്രമിച്ചാലും അവരെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നല്ലേ? തൃശൂൽ, എനിക്കത് മതിയാ. മുതലാളി, കല്യാണക്കുറി അടിക്കുന്നവരെ ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു. നാളെ രാവിലെ തന്നെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, വെരി ഗുഡ്. ദമയന്തി, അമ്മേ, വീണേ, എല്ലാവരും ഒന്നിങ്ങോട്ട് വന്നേ. വാ. എന്തിനാ മോനെ വിളിച്ചേ? അത് നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും മറ്റു കാര്യങ്ങളുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് എല്ലാവരും ഫ്രീ ആയിരിക്കണം. ത്രിവിക്രമന്റെയും ശിവാനിയുടെയും കല്യാണത്തിന്റെ ഇൻവിറ്റേഷൻ സെലക്ട് ചെയ്യണം. എന്ന് പറഞ്ഞ നാളെ മുതൽ ഇവിടെ കല്യാണ ആഘോഷങ്ങൾ തുടങ്ങിയെന്ന് സാരം. അതേടാ, ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. 15 ദിവസം എന്ന് പറയുന്നത് പെട്ടെന്ന് കടന്നു പോകും. ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യണം. അല്ല, തൃശ്ശൂൽ എവിടെ കാണുന്നില്ല അവനെ? എവിടെ പോയി കിടക്കുക അവൻ ഈ സമയത്ത്? ത്രിവിക്രം, തൃശ്ശൂരിൽ ഒന്ന് വിളിച്ചു നോക്കിയവനെ. ശരി ഡാഡി. പിന്നെ നാളെ ശിവാനിയോട് ഇങ്ങോട്ട് വരാൻ പറ. ശരി ഡാഡി. തൃശൂൽ, നിന്നോട് ഞാൻ ഈ കാര്യം ഒരിക്കലും പറയില്ല. എന്താന്ന് വെച്ചാ, നീ ഇതിനു വേണ്ടി നാളെ പ്രിപ്പയർഡ് ആകാൻ പാടില്ല. നാളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നീ ഈ കാര്യം അറിഞ്ഞാൽ മതി. അപ്പം നിനക്കുണ്ടാവുന്ന വേദന ഉണ്ടല്ലോ, അതെനിക്ക് നേരിട്ട് കാണണം. നന്ദീശ, നിങ്ങളും കൃത്യസമയത്ത് തന്നെ എത്തണം. കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ മുമ്പിലുണ്ടാവണം. ശരി മുതലാളി. ശരി മുതലാളി. സാർ, സാർ, ആരാ നിങ്ങള്? ഇൻവിറ്റേഷൻ കാർഡ് കാണിക്കാൻ വേണ്ടി വന്നതാ. എങ്ങോട്ടാ നീ കയറി പോകുന്നത്? ഈ വീട്ടിൽ എന്താ ആരും ചോദിക്കാനും പറഞ്ഞില്ലെന്ന് വിചാരിച്ചോ? ഈ വീട്ടിലേക്ക് കയറി വരണമെങ്കിലേ ഗോവിന്ദിന്റെ പെർമിഷൻ ചോദിച്ചിട്ട് വേണം വരാൻ. അതെയോ? ആരാ സാറേ അവര്? ഒരു വലിയ ആളാ. എവിടെ? കാണുന്നില്ലല്ലോ. നിന്റെ മുന്നിൽ നിൽക്കുന്ന കണ്ടില്ലേ? തമാശ പറയല്ലേ സാർ, വലിയ ആളാന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊന്നുമല്ല. ഞാനാടാ ഈ പറഞ്ഞ ഗോവിന്ദൻ. തമാശ പറയല്ലേ സാർ. കൊള്ളാം. പിന്നെ ഞാനിത്
സാർ ഇൻവിറ്റേഷൻ കാർഡ് കൊണ്ടുവരാൻ പറഞ്ഞു. ആ മുതലാളി ഞാൻ പറഞ്ഞിരുന്നില്ലേ അവരത്. അളിയ ഇവൻ ഡാ, നിർത്തടാ. എല്ലാരും വിളിച്ചോണ്ടോ. ആയിക്കോട്ടെ. ഓ ശിവാനി, വാ മോളെ. നീ തന്നെ പോയി കൂട്ടിക്കൊണ്ടുവന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ, പക്ഷെ നിർബന്ധിച്ച് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അതെന്തായാലും നന്നായില്ലേ മോളെ. ഇൻവിറ്റേഷൻ കാർഡ് നീ ഇല്ലാതെ എങ്ങനെ സെലക്ട് ചെയ്യാ? വാ 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 വാ. വാ, കാർഡ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ ഡിസൈൻസും എടുത്ത് പുറത്ത് വെക്കും. ഗ്രാൻഡ് ആയിട്ടുണ്ടല്ലോ അല്ലേ? അങ്ങോട്ട് കാണി. അല്ല, തൃശ്ശൂർ എവിടെ? ഗോവിന്ദ അവനിവിടെ ഇല്ലേ? അത് അവനിത് എവിടെ പോയി കിടന്നു? അവനില്ലാതെ എങ്ങനെ കാർഡ് സെലക്ട് ചെയ്യുന്നത്? തൃശ്ശൂർ, തൃശ്ശൂർ. ശിവാനി എന്തിനാ വന്നത്? ഇവള് വന്ന കാര്യം എന്നോട് ആരും പറഞ്ഞില്ലല്ലോ. എവിടെ പോയതാ മോനെ തൃശൂൽ? ഈ സമയത്ത് എങ്ങും പോകണ്ടെന്ന് നിന്റെ അച്ഛൻ നിന്നോട് പറഞ്ഞതല്ലേ? ത്രിവിക്രമനും നിന്നോട് പറഞ്ഞതല്ലേ? മമ്മി, ഞാൻ പറയാൻ വേണ്ടി പോയതാ. ഞാൻ റൂമിൽ ചെന്നപ്പോ അവൻ ഉറങ്ങായിരുന്നു. സാരമില്ല, അവൻ വന്നല്ലോ. തൃശ്ശൂർ, വാ വന്നിരിക്കും. ത്രിവിക്രമന്റെ ഇൻവിറ്റേഷൻ കാർഡ് സെലക്ട് ചെയ്തോണ്ടിരിക്കുക. നീ കൂടെ നോക്ക്. അച്ഛാ, അത് കുഴപ്പമില്ല അച്ഛാ, നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തോളൂ. ബ്രോ, അതെങ്ങനെ ശരിയാവുന്നേ? ഞങ്ങളുടെ കല്യാണക്കാര്യം നീയല്ലേ മുമ്പിൽ നടത്തണ്ടേ? ഈ കാർഡ് നീ തന്നെ സെലക്ട് ചെയ്തേ പറ്റൂ. കം ഓൺ ബ്രോ, സിറ്റ് ഡൗൺ. എടത്തി, ഈ കാർഡ് എങ്ങനെയുണ്ട്? ഇത് ഇഷ്ടായ എടത്തിക്ക്? അതവക്ക് ഇഷ്ടമായില്ലെന്നാ തോന്നുന്നേ. നീ വേറെ നോക്കിയെടുക്ക. ശിവാനി, ഇതെങ്ങനെയുണ്ട് നോക്കി. തനിക്ക് ഈ കാർഡ് ഇഷ്ടമായോ? മഹാദേവ, ഈ കാർഡിന്റെ മുകളിൽ മയിലിന്റെ ചിത്രം ഉണ്ടല്ലോ. മയിലും സർപ്പവും തമ്മിൽ ചേരില്ലല്ലോ. ഈ കുറി ഞാൻ സെലക്ട് ചെയ്താ എന്തെങ്കിലും തടസ്സം വരാൻ സാധ്യതയുണ്ട്. ശിവാനി, താൻ എന്തായി ആലോചിക്കുന്നേ? തനിക്കിത് ഇഷ്ടമായില്ലേ? അല്ല, അത് പിന്നെ എനിക്കെല്ലാം മനസ്സിലായി. എന്റെ ഇഷ്ടം തന്നെയാണ് തന്റെ ഇഷ്ടം എന്നല്ലേ പറയാൻ വേണ്ടി വന്നേ. ത്രിവിക്രം, ഡാഡി, ഇനി ആരും ഒന്നും നോക്കണ്ട. ഇത് എന്നെ ഫിക്സ് ചെയ്തോളൂ. ഓക്കെ മോളെ. ത്രിവിക്രം, എന്താ ഞാൻ പറയുന്നതൊന്ന് കേൾക്കാൻ പോലും നിൽക്കാത്തെ? കല്യാണക്കുറി തന്നെ ഇങ്ങനെയായി. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണാവോ? ഇതെന്താ ഇത്? എനിക്കിഷ്ടപ്പെട്ട കൂടിയാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെയുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെട്ടത് വേറൊന്നായിരുന്നില്ലേ? എന്റെ മനസ്സിലുള്ളത് അവർക്കെങ്ങനെയാ മനസ്സിലായത്? ഞാൻ കാരണം. നിന്റെ മനസ്സിലുള്ളത് എനിക്ക് അങ്ങനെ മനസ്സിലായെന്നാണോ? നിന്റെ മനസ്സ് ഞാൻ അത്രയ്ക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ശിവാനി.
നമ്മുടെ വീട്ടിൽ കാർഡ് സെലക്ട് ചെയ്യുമ്പോ നിനക്ക് ഏതാ ഇഷ്ടായെന്ന് അവിടെ ആരും തന്നെ ചോദിച്ചില്ല. പാവം, അവരെല്ലാം വിഷമിക്കുമെന്ന് കരുതി അവര് കാണിച്ചത് നീ അങ്ങ് സമ്മതിച്ചു, ശരിയല്ലേ? അങ്ങനെയൊന്നുമില്ല. നിന്റെ മൂഡ് എന്താണെന്ന് നിന്റെ സ്വരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവും. ഒരു പെണ്ണിന് കല്യാണം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവളുടെ കല്യാണത്തെ പറ്റി അവൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും, എത്രയെത്ര സ്വപ്നങ്ങൾ മനസ്സിലുണ്ടാവും. അതായത് അങ്ങനെ ആവണം, ഇങ്ങനെ ആവണം എന്നൊക്കെ. അതുപോലെ തന്നെ സ്വപ്നങ്ങൾ നിനക്കുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് വീട്ടുകാരോടെല്ലാം പറഞ്ഞ് ഈ കാർഡ് ഞാൻ സമ്മതിപ്പിച്ചത്. എന്തിനാ അങ്ങനെ ചെയ്തത്? അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അതൊക്കെ നീ വേണ്ടെന്ന് പറയും, പക്ഷേ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ് നമുക്ക് ഓർമ്മയിൽ നിൽക്കുക. അറ്റ്ലീസ്റ്റ് ഫ്യൂച്ചറിൽ ജനിക്കാൻ പോകുന്ന നമ്മുടെ കുട്ടികളുടെ കാര്യം നോക്കണ്ടേ? എന്താ പറഞ്ഞേ? ഒന്നുമില്ല, അത് നിന്റെ കുട്ടികളോട് ഭാവിയിൽ ഈ നിമിഷങ്ങളൊക്കെ പങ്കുവെക്കുന്ന കാര്യം പറഞ്ഞതാ ഞാൻ. താങ്ക് യു തൃശൂർ. ശിവാനി, നിന്റെ ചിരിക്ക് വേണ്ടി എത്ര വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എന്നറിയോ? നിന്റെ ഈ മുഖത്ത് സന്തോഷം എന്നത് തുളുമ്പി ഒഴുകുന്നതിന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറായിരിക്കും. ഇനി ഞാൻ എപ്പോഴും സന്തോഷത്തിലായിരിക്കും തൃശൂർ. അവൻ എന്നെ അത്ര നന്നായിട്ട് നോക്കും. എന്നെ നിനക്ക് അത്രയ്ക്ക് വിശ്വാസമാണോ? താങ്ക്സ് ശിവാനി. ഞാൻ പറഞ്ഞത് ത്രിവിക്രമിനെ കുറിച്ചാ. എന്റെയും ത്രിവിക്രമിന്റെയും കല്യാണം കഴിഞ്ഞ എന്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും മാത്രമേ ഉണ്ടാകൂ. അത് നടക്കത്തില്ല എന്നറിഞ്ഞിട്ട് മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടി പറയാ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, എല്ലാം അങ്ങനെ തുറന്നടിച്ച് പറയാൻ പറ്റില്ല. എന്തേ? അതിനുള്ള ധൈര്യമില്ലേ? ഹലോ, പറയാൻ എനിക്ക് ധൈര്യമുണ്ട്, പക്ഷെ കേൾക്കാനുള്ള ധൈര്യം നിനക്കുണ്ടോ? അതിന് മാത്രം എന്താ? അല്ല, നിന്റെ കല്യാണം ത്രിവിക്രമന്റെ കൂടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പക്ഷെ അത് നടക്കോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. തൃശൂർ, ഞങ്ങളുടെ കല്യാണം നടന്നിരിക്കും. തൃശൂലിന്റെ അഹങ്കാരം കൂടി വരിക. എന്റെ മുമ്പിൽ വെച്ചും അവൻ ശിവാനിക്ക് ഓരോ സിഗ്നൽ കൊടുത്തോണ്ടിരിക്കുക. എന്ത് ധൈര്യം ഉണ്ടായിട്ട് അവനൊക്കെ ചെയ്യുന്നത്? അവൻ വീണ്ടും വീണ്ടും ശിവാനിയുടെ പുറകെ തന്നെ നടക്കുകയാണല്ലോ. അവൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് അവളെ വീണ്ടും ഫോഴ്സ് ചെയ്ത് അവളുടെ മനസ്സിൽ കയറാൻ പറ്റാൻ ശ്രമിച്ചോണ്ടിരിക്കുക. ഇല്ല, ഇനി ഇങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റുള്ളൂ. അതൊക്കെ നമുക്ക് ചെയ്യാന്നേ മരുമോനെ. അവനിട്ടൊരു പണി നമുക്ക് കൊടുക്കാം. അല്ല, നീ എന്താ മരുമോനെ എന്നെ ഇപ്പൊ ഇങ്ങനെ നോക്കുന്നേ? ഓ, നിന്റെ തീരുമാനത്തിന്റെ കൂടെ ഞാനും കൂടാന്ന് പറഞ്ഞതിനാണോ? നീ ഇപ്പോ തൃശ്ശൂലിന്റെ കാര്യം തന്നെയല്ലേ പറഞ്ഞോണ്ട് വന്നത്? എങ്ങനെയുണ്ട് മരുമോനെ ഞാൻ? നമ്മുടെ രണ്ടുപേരുടെ മനപ്പുറത്ത് ഒരുപോലെയാണ് മോനെ. നീ മനസ്സിൽ എന്ത് കാണുന്നോ അത് ഞാൻ ഇവിടെ മാനത്ത് കണ്ടിരിക്കും. പവർ നിന്റെയിലായിരിക്കും, പക്ഷെ കണക്ഷൻ എന്റെയില്ല. അങ്കിളെ പ്ലീസ്, അനാവശ്യമായിട്ട് ഓരോന്നും സംസാരിച്ചോണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല. അറിയാൻ മരുമോനെ, നിനക്കിപ്പോ ടാർഗറ്റ് ചെയ്യേണ്ടത് ആ തൃശ്ശൂലിനെയാണ്. അത്രയല്ലേ ഉള്ളൂ. എന്റെയും ആവശ്യം അത് തന്നെയാ. നമ്മൾ കൊടുക്കുന്ന പണികൾ ഏറ്റിട്ട് ആ തൃശ്ശൂലില്ലേ, അവൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടണം. അത്രയും മതി. അങ്കിളെ, ഈ പറയുന്ന ഒന്നും ചെയ്യാൻ അത്ര ഈസി അല്ല. എന്റെ മരുമോനെ, പണി എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ എന്നുള്ളതല്ല. നീ പ്ലാൻ ചെയ്യുന്നു, ഞാനത് നടപ്പിലാക്കുന്നു. അവസാനം അവൻ ഈ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്നു. അതല്ലേ നിനക്ക് വേണ്ടത്? പോയേ പറ്റൂ. എന്റെ കല്യാണത്തിന് മുമ്പ് തന്നെ അവൻ ഈ വീട് വിട്ട് പോയിരിക്കണം. അവന് ഞാൻ ഇവിടുന്ന് പറഞ്ഞയച്ചിരിക്കും. ഞാൻ അവന് ചെയ്യാൻ പോകുന്ന ടോർച്ചറിന് ഈ വീടും എനിക്ക് വേണ്ട, ഈ വീട്ടിലുള്ളവരും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഇവിടുന്ന് നിലവിളിച്ചോടിപ്പോവും. അതിനുവേണ്ടി നീ എന്താ ചെയ്യാൻ പോകുന്നത്? അവനെ ഇമോഷണലി ടോർച്ചർ ചെയ്യാൻ പോവുക. അവന് സഹിക്കാൻ പറ്റാതാവണം. അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. ഇന്നു മുതൽ ഞാൻ അവന്റെ അന്തകനാ. അന്തകൻ. കണ്ടില്ലേ സുന്ദരി, അവൻ എന്തൊക്കെയാ വന്ന് പറഞ്ഞിട്ട് പോയത്? എന്റെയും ത്രിവിക്രമന്റെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടും അവനാണത്ര എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത്. അവൻ എത്ര പറഞ്ഞിട്ടും നല്ല ബുദ്ധി വരുന്നില്ലല്ലോ. ഞാൻ എന്താ ചെയ്യേണ്ടത് സുന്ദരി? അവൻ എന്റെ സ്നേഹം എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. അതിലുപരിയായിട്ട് ഞാൻ നാഗലോകത്തുള്ളവളാണ്.
എന്റെ സ്നേഹം ജന്മജന്മാന്തരങ്ങളായിട്ടുള്ളതാണെന്ന് അവനോട് എനിക്ക് തുറന്നു പറയാനും ആവുന്നില്ല. വലിയൊരു ധർമ്മസങ്കടത്തിലാ ഞാനിപ്പോ ഉള്ളത്. സുന്ദരി, തൃശ്ശൂലിനി എന്തൊക്കെ കാണിച്ചാലും കുറച്ചു ദിവസം കൂടെ കണ്ടാ മതിയല്ലോ. വൈകാതെ തന്നെ എന്റെയും ത്രിവിക്രമന്റെയും കല്യാണം നടക്കും. അത് നടന്നു കഴിഞ്ഞാ ത്രിവിക്രമന് കഴിഞ്ഞ ജന്മത്തെക്കുറിച്ചുള്ളതെല്ലാം ഓർമ്മ വരും. അപ്പോ എന്റെ ആദിശേഷനെ എനിക്ക് പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടും. ഞങ്ങൾ രണ്ടുപേരും നാഗലോകത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അത് കഴിഞ്ഞാ ആ തൃശൂലിന്റെ ശല്യം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നാഗലോകത്തിൽ ചെന്ന് എന്റെ ആദിശേഷന്റെ കൂടെ ഞാൻ സുഖമായിട്ട് ജീവിക്കും. എനിക്ക് എന്ത് സന്തോഷാന്നറിയോ സുന്ദരി? എന്താ സുന്ദരി, നീ എന്താ ഒന്നും ശ്രദ്ധിക്കാത്തെ? ഓ, എന്റെയും ത്രിവിക്രമന്റെയും കല്യാണം കഴിഞ്ഞ പിന്നെ ഞങ്ങള് തിരികെ നാഗലോകത്തിലേക്ക് പോകുന്നുള്ള പേടിയാണോ നിനക്ക്? നീ ഒറ്റയ്ക്കാവെന്ന് വിചാരിച്ചിട്ടാണോ? എന്താ ഇപ്പൊ ചെയ്യാ? ഒരു കാര്യം ചെയ്താലോ, നീ ഞങ്ങളുടെ കൂടെ വന്നേക്ക്. അങ്ങനെ ആവുമ്പോ നാഗലോകത്തിൽ ചെന്ന് നിനക്ക് ഞങ്ങളോടൊപ്പം സന്തോഷമായിട്ട് കഴിയാം. സമ്മതമല്ലേ? സുന്ദരി, ഇനി 2 ആഴ്ചക്കുള്ളില് ഞാനും ആദിശേഷനും ഒന്നായി തീരും. ഞങ്ങളുടെ ജന്മജന്മാന്തര ബന്ധം വിജയിക്കും സുന്ദരി, വിജയിക്കും. ഈ വീടിന് ഇപ്പോഴാണ് ഒരു ഐശ്വര്യം വന്നത്. എല്ലാവരുടെയും മുഖത്ത് എന്ത് സന്തോഷമാണെന്നറിയോ? ഈ സന്തോഷം എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടായാൽ മതിയായിരുന്നു. ഉറപ്പായിട്ടും ഉണ്ടാവും. കല്യാണത്തിന്റെ കാര്യങ്ങൾ തുടങ്ങി കഴിയുമ്പോ എല്ലാ സന്തോഷങ്ങളും ഇരട്ടിയായി മാറുമേ. അല്ല, തൃശൂലിനെ കാണുന്നില്ലല്ലോ. അവനിതെവിടെ പോയി? ഞാൻ ഇവിടെ തന്നെ ഉണ്ട് മുത്തശ്ശി. എടാ, നീ ശിവാനിയുടെ വീട്ടിൽ പോയിരുന്നില്ലേ? പോയിരുന്നു അച്ഛാ. പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഇൻവിറ്റേഷൻ ആണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ കൊടുത്തതെന്ന് പറഞ്ഞപ്പോ അവൾ എന്തു പറഞ്ഞു? സന്തോഷായിരുന്നു. വാമോനെ, ഇവിടെ നിന്റെ മാത്രം ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ഡാഡി, തിരുമേനി എല്ലാം എഴുതി തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ എഴുതിയാൽ മതി. അളിയ, കല്യാണം കഴിക്കാൻ അവൻ എന്ത് തിടുക്കമായെന്ന് നോക്കിയേ. തമാശ മതിയേക്കടാ. കല്യാണത്തെ പറ്റി അവനെങ്കിലും ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ. അമ്മേ, ഇനിയിപ്പോ അതിൽ എന്താ എഴുതാനുള്ളത്? അതായത് മോനെ, കുലദൈവത്തിന്റെ പേര്, വധുവരന്മാരുടെ പേര്, അവരുടെ അച്ഛനമ്മമാരുടെ പേര്, പിന്നെ കല്യാണം നടക്കുന്ന സ്ഥലം, അത്ര മാത്രം മതി. വാ തൃശൂൽ, നീ ഇങ്ങോട്ട് വന്നിരിക്കും. തൃശൂൽ, എന്താ? ബ്രോ, നീ കറക്റ്റായിട്ട് എഴുതില്ലേ? ആ ബ്രോ. ശ്രീമതി ശിവാനി നായർ. ശ്രീമാൻ ത്രിവിക്രം. ബ്രോ, എന്താ നീ നിർത്തിക്കളഞ്ഞേ? ശ്രീമാൻ മാത്രമല്ല, ശ്രീമാൻ ത്രിവിക്രം. ബ്രോ, എന്താ എഴുതി കഴിഞ്ഞോ? ഡാ തൃശൂലെ, 3 വാക്ക് എഴുതാൻ ഇത്രയും നേരം വേണോ? ഇപ്പൊ തരും.
വധൂവരന്മാരുടെ പേരെഴുതുന്നതിന്റെ അടിയിൽ അവരുടെ മാതാപിതാക്കളുടെ പേരെഴുതണം. ശ്രീമതി ദമയന്തിയുടെയും ശ്രീമാൻ ദിഗ്വിജയുടെയും മൂത്ത പുത്രൻ.